ല്ലോ സ്വാഭാവികമായിട്ടും സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള നിങ്ങളുടെ പ്രചാരണത്തോടൊപ്പം തന്നെ. കാരണം ഇപ്പം നോക്കൂ, ഈ ഫ്രഷ് കട്ട് സംഭവം തന്നെ നോക്കുക. ഫ്രഷ് കട്ട് സംഭവത്തിന്റെ മൗലിക കാരണം എന്താണ്? അവിടെ പഞ്ചായത്തിന് മലിനീകരണം നടത്തുന്ന ഒരു സ്ഥാപനത്തിന് മേൽ തടയിടാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. അതിവിടെ മാത്രമല്ല, എലപ്പുള്ളിയിലെ ബ്രൂവറിയുടെ കാര്യത്തിലാണെങ്കിലും സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ജനങ്ങൾ അനുഭവിക്കുന്ന നേരിട്ടുള്ള പ്രശ്നത്തിൽ പഞ്ചായത്തുകൾക്ക് ഒരു അധികാരവും ഇല്ലാതാകുന്നു. ഇക്കാര്യത്തിൽ ഈ CPM-ന്റെ അതേ നിലപാടാണ് UDF-ന്, അല്ലെങ്കിൽ LDF-ന്റെ അതേ നിലപാടാണ് UDF-ന് തോന്നുന്ന വിധം ആ കാര്യം ആരും ശബ്ദിക്കുന്നില്ല. ഒരുപക്ഷെ നിങ്ങൾ നാളെ അധികാരത്തിൽ വന്നാൽ അത് നടപ്പാക്കേണ്ടി വന്നാലോ എന്ന ഭയമാണോ? ഷാജി, ഞാൻ ചോദിച്ചാൽ അങ്ങ് കേട്ടില്ല എന്ന് തോന്നുന്നു. അപ്പോൾ നോക്കൂ, ഇപ്പോൾ ഫ്രഷ് കട്ട് സംഭവത്തിൽ തന്നെ ആ പ്രശ്നത്തിന്റെ, ആ സമരത്തിന്റെ മൗലിക കാരണം എന്നാണ് മലിനീകരണം ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാൻ അവിടുത്തെ പഞ്ചായത്തിന് കഴിയുന്നില്ല. എലപ്പുള്ളിയിലെ ബ്രൂവറി നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെയും പ്രശ്നത്തിന്റെ മർമ്മം അതാണ്. അവരൊരു പ്രമേയം പാസ്സാക്കിയാൽ അതുകൊണ്ട് കാര്യമൊന്നുമില്ല, നേരെ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിംഗിൾ വിൻഡോ വഴി എല്ലാ സ്ഥാപനങ്ങൾക്കും അനുമതി കൊടുക്കുകയാണ്. ഇതൊരു കേരളം നേരിടുന്ന ഒരു മൗലിക പ്രശ്നമായി നിങ്ങൾക്ക് കാണുന്നില്ലേ? അതാണ് ഞാൻ പറഞ്ഞത്. അധികാര വികേന്ദ്രീകരണത്തിനെ പൂർണ്ണത്തിൽ സാധ്യമാക്കുന്നതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്തതാണ് ഈ മദ്യശാലകൾ വരുന്നതിൻ്റെ പരിധികൾ നിശ്ചയിക്കാനുള്ള അധികാരം നമ്മളുടെ പഞ്ചായത്തുകൾക്ക് കൊടുത്തിരുന്നതൊക്കെ അതിൻ്റെ ഭാഗമായിട്ടാണ്. അതിൻ്റെ ഭാഗമാണ് മലിനീകരണ പ്രശ്നം. ഇപ്പോൾ ഫ്രഷ് കട്ട് എന്ന് പറയുന്ന ആ നാട്ടിലെ എത്രമാത്രം ജനങ്ങൾ ദുരിതത്തിലേക്ക് അവരെ കൊണ്ടുപോയ അവസാനം ഒരു വലിയ ജനകീയ പ്രക്ഷോഭമായിട്ടുള്ള ഒരു വലിയ പ്രശ്നമാണ്. അതിനകത്ത് അൾട്ടിമേറ്റായിട്ട് ആ തീരുമാനം ആ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യരെ ബാധിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ മുകളിൽ തീരുമാനമെടുക്കാൻ പഞ്ചായത്തിന് അധികാരമില്ല. ഈ അധികാരങ്ങളെ മുഴുവൻ, ഞാനതാ പറയുന്ന, അധികാരത്തെ മുഴുവൻ കേന്ദ്രീകരിപ്പിക്കുകയാണ്. ഡീസെൻട്രലൈസേഷൻ എന്ന് പറയുന്നത് നമ്മൾ കേൾവിയുള്ള ഒരു ഇടതുപക്ഷ മുദ്രാവാക്യം മാത്രമാവുകയാണ്. വികേന്ദ്രീകരണം എന്ന് പറയുന്നത് അവരുടെ അജണ്ടയിൽ നിന്ന് മാറ്റപ്പെട്ടു. അത് മാറ്റപ്പെടുന്നതിന് കാരണങ്ങളുണ്ട്. അത് കേവലം ഒരു ചെറിയ വിഷയമല്ല. അന്താരാഷ്ട്ര തലത്തിൽ സാമ്രാജ്യത്വ ശക്തികളുടെ പണം എടുക്കുന്നിടത്തേക്ക്, അവരുടെ വിഹിതങ്ങൾ സ്വീകരിക്കുന്നിടത്തേക്ക് ഇപ്പൊ ഈ ഷാജി ഇപ്പോൾ പറയുന്ന നിലപാട് പറയേണ്ടിയിരുന്നത് ഒരു കാലത്ത് 2017 ഈ പിണറായി വിജയൻ സർക്കാർ ഒറ്റ ഓർഡിനൻസിലൂടെ ഏതാണ്ട് 15ഓളം നിയമങ്ങൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഈ വികേന്ദ്രീകരണത്തിന്റെ കടക്കൽ കത്തിവെച്ചത്. അന്ന് അസംബ്ലിയിൽ പോലും ഒരാൾ പോലും UDF-ൽ നിന്ന് മിണ്ടിയില്ല ആ വിഷയത്തിൽ. നിങ്ങളൊരിക്കലും പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ആർക്കൈവ്സിൽ നിന്ന് എൻ്റെ പ്രസംഗങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കൂ. ഞാൻ അന്ന് പറഞ്ഞിരുന്ന പ്രയോഗം ഇതാണ്: ടിന, ദർ ഇസ് നോ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞിരുന്ന സാമ്രാജ്യത്വ സമീപനങ്ങൾക്കെതിരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്. ടിപ്പ, ദർ ഇസ് പീപ്പിൾ ആൾട്ടർനേറ്റീവ് എന്ന ഒരു ടേം പോലും വന്നത് പിന്നെ നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ഇടതുപക്ഷത്തോട് ഞാൻ ആ ബില്ല് വരുന്ന സമയത്ത് ചോദിച്ചതിൻ്റെ ഡോക്യുമെൻ്റ് ഉണ്ട്. നിങ്ങൾ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അത് ആർക്കൈവ്സിലുണ്ട്. ഒരുപക്ഷെ നിങ്ങൾക്കതൊരു പോളിസിയായിട്ട് UDF ഉയർത്തിയിരുന്നോ എന്ന ചോദ്യം ചോദിച്ചാൽ എനിക്കതിന് ഉത്തരമില്ല. പക്ഷേ ഇത് സംബന്ധമായിട്ട് ഞാൻ നിയമസഭയിൽ നടത്തിയ ഒരു സ്പീച്ചുണ്ട്. എന്നുവെച്ചാൽ ഈ വികേന്ദ്രീകരണത്തെ കേന്ദ്രീകരിപ്പിക്കുന്നതിന് വളരെ പതുക്കെ കേരളത്തിലൊരു ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഈ രാജ്യത്തിലെ കുത്തകകളുടെ പിൻബലമുണ്ട്, സാമ്രാജ്യത്വ ശക്തികളുടെ പിൻബലമുണ്ട്. നിരന്തരമായി സാമ്രാജ്യത്വത്തെ എതിർത്ത് സംസാരിച്ചിരുന്ന ഇടതുപക്ഷം നിശബ്ദമാകുന്നതിൻ്റെ രാഷ്ട്രീയ പോലും ഈ ജനങ്ങളുടെ കൈകളിൽ അധികാരങ്ങൾ എത്തുന്നത് വെച്ചാൽ പഞ്ചായത്തുകൾ, നമ്മളുടെ നഗരസഭകൾ, നമ്മളുടെ ഗ്രാമപ്രദേശങ്ങൾ സ്വയം സജ്ജീകൃതമാകുന്നതിനെ ഭയപ്പെടുന്ന മുതലാളിത്ത വർഗത്തിന്റെ താല്പര്യം തന്നെയാണിത്. അതിനെക്കുറിച്ച് സംസാരിക്കാവുന്ന ഒരു ചെറിയ സമയമാണ് ഇത് എന്നതുകൊണ്ട് ഞാൻ വിശദീകരണത്തിലേക്ക് വരുന്നില്ല. പക്ഷേ അത് വളരെ ഗൗരവപ്പെട്ട ഒരു പ്രശ്നമാണ്. ആ പ്രശ്നത്തെ അഡ്രസ്സ് ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് ഞാൻ പറയില്ല. അത് നിങ്ങളെനിക്കെതിരെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാനും പാടില്ല. നിയമസഭയുടെ ആർക്കൈവ്സിൽ എൻ്റെ സ്പീച്ച് ഉണ്ട്. ശരി ഷാജി, അവസാനം ഒറ്റ ചോദ്യം കൂടി. അതായത് ഇപ്പോൾ ഈ തർക്കത്തിൽ നിൽക്കുന്ന സ്ഥലങ്ങളിൽ പ്രത്യേകിച്ചും എല്ലാവരുടെയും ശ്രദ്ധ തെക്കൻ കേരളത്തിൽ തന്നെയാണ്. തെക്കൻ കേരളത്തിൽ കുറെ കൂടി കടുപ്പമുള്ള നിലപാടാണ് കോൺഗ്രസിൻ്റേത്. ഇനി അതിലൊരു സമവായമായില്ലെങ്കിൽ ഒരു സൗഹൃദ മത്സരമോ ഒറ്റയ്ക്ക് മത്സരിക്കാനൊക്കെ ലീഗ് തയ്യാറാവുമോ? അല്ല, മുസ്ലിം ലീഗ് അത്തരം സാഹചര്യങ്ങളെ ഒഴിവാക്കാൻ ശ്രമിക്കും. എന്തൊക്കെ പറഞ്ഞാലും ഒരു മുന്നണി സംവിധാനത്തിനകത്ത് അതിൻ്റെ ഒരു വൃത്തിയിൽ കാര്യങ്ങൾ കൊണ്ടുപോകലാണ് ഞങ്ങളുടെ ഒരു ഇഷ്ടവും ഒരാഗ്രഹവും. 21-ാം തീയതി വരെയാണ് നോമിനേഷൻ്റെ, 20-ാം തീയതി 21 വരെയാണ് സമയമുള്ളത്. ആ സമയത്തിനിടയിൽ നിർബന്ധമായി അത് പരിശോധിച്ച് അങ്ങനെ പരിഹരിക്കാൻ പറ്റുമെന്ന് തർക്കമുള്ളിടത്തൊക്കെ മുസ്ലിം ലീഗ് ശ്രമം നടത്തും. അങ്ങനെ ഇല്ലെങ്കിൽ ജനാധിപത്യപരമായിട്ട് മത്സരിക്കാനുള്ള ഒരു സാധ്യതയും മുസ്ലിം ലീഗ് തള്ളിക്കളയൊന്നുമില്ല. അത് ആ പ്രദേശത്തിലെ ആളുകളോട് എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ എന്ന് പരിശോധിച്ചതിന് ശേഷം മുസ്ലിം ലീഗ് അത്തരം നടപടിക്രമങ്ങളിലേക്ക് പോകും. ഒറ്റ കാര്യം കൂടി ഷാജി, ഈ കോൺഗ്രസും ലീഗും തമ്മിലുള്ള കേരളത്തിലെ ബന്ധം UDF-ന്റെ ഏറ്റവും വലിയ അടിത്തറയാണ്. ഈ ഹൈക്കമാൻഡുമായി
ലീഗ് നേതൃത്വം, പ്രത്യേകിച്ച് പാണക്കാട് കുടുംബം, അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷൻ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ, പ്രത്യേകിച്ചും തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ? അല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിൽ അത്തരമൊരു കമ്മ്യൂണിക്കേഷൻ നടത്തേണ്ട കാര്യം മുസ്ലിം ലീഗിന് അത്തരത്തിൽ ആവശ്യങ്ങൾ ഇതുവരെ ഈ നിമിഷം വരെ എനിക്കത് കൃത്യമായിട്ട് അറിയാം. അത് കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ ഒക്കെ നേതൃത്വത്തിൽ തങ്ങളുടെ പാണക്കാട് കുടുംബത്തിൻ്റെ ഒരു മോണിറ്ററിങ്ങിൽ അത് വളരെ കൃത്യമായിട്ട് കൺവേ ചെയ്തു പോകുന്നുണ്ട്. അത് KPCC പ്രസിഡന്റിനോടായാലും പ്രതിപക്ഷ നേതാവിനോടായാലും അവർക്ക് പറ്റാത്തൊരു കാര്യം എന്നുള്ള നിലക്ക് മുകളിലേക്ക് പോകേണ്ട ഒരു വിഷയവും നിലവിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളുടെ പശ്ചാത്തലത്തിലുണ്ട് ഞങ്ങൾ വിചാരിക്കുന്നില്ല. പിന്നെ കോൺഗ്രസുമായിട്ടുള്ളൊരു ബന്ധം കേരളത്തിൻ്റെ ഒരു രാഷ്ട്രീയ പരിധിയുടെ അകത്തുള്ള മാത്രം വിഷയത്തിലല്ല മുസ്ലിം ലീഗിൻ്റെ വിഷയം. ദേശീയ തലത്തിൽ മുഴുവൻ എടുക്കുന്ന അല്ലെങ്കിൽ ഉണ്ടാകേണ്ടുന്ന ഒരു ഫാഷിസ്റ്റ് വിരുദ്ധ കൂട്ടായ്മയുടെ കൂടെ ഭാഗമായിട്ടുള്ള, പ്രത്യേകിച്ച് വോട്ട് രാഷ്ട്രീയത്തിലൊക്കെ ഉള്ള നിലപാടിൻ്റെ കൂടി ഭാഗമായിട്ടുള്ള ഒരു കൂടിച്ചേരലാണ്. അതുകൊണ്ട് തന്നെ അത് ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൻ്റെ ഇഷ്യൂസുകളിലൊക്കെ അത് പ്രശ്നമായി കളയും, അല്ലെങ്കിൽ അതിനെന്തെങ്കിലും വിഷയം വരും എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണെന്ന് എനിക്ക് തോന്നുന്നില്ല.